ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എനിക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ. പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ് പ്രൊഡക്ടിവിറ്റി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഓഫ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. അക്കോർഡിംഗ് ടു പോൾ ജെ മേയർ, productivity is never an accident. It always the result of a commitment to excellence, intelligent planning and focused effort. ഒരു ഫോക്കസ് എഫേർട്ടിൻ്റെ റിസൾട്ടാണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്പെസിഫിക് പ്ലാനിനെയാണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഏരിയാസ്, മൊത്തത്തിലുള്ള ഏരിയകളെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഒരു വർക്കേഴ്സിന് അവരുടെ സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാനും അതുപോലെ അവരുടെ എഫിഷ്യൻസി തെളിയിക്കാനുള്ള ഒരു എലമെൻ്റ് കൂടിയാണ് പ്രൊഡക്ടിവിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ടിവിറ്റി പ്ലാനിന് മെയിനായിട്ട് 3 എലമെൻറ്റ്സ് ആണുള്ളത്: ഓപ്പറേഷണൽ പ്ലാനിങ്, ടാക്റ്റിക്കൽ പ്ലാനിങ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി. അതിൽ ഓപ്പറേഷണൽ പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞാൽ ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ ചെയ്യണമെന്ന കാര്യങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഓപ്പറേഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിലെ ഡേ ടു ഡേ കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്ഷനിൽ ഒരു ഇൻ്ററപ്ഷൻസും ഒരു തടസ്സവും വരാതിരിക്കാൻ എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ അത് അറേഞ്ച് ചെയ്യണം എന്ന് സ്പെസിഫിക് ചെയ്യുന്ന ഒരു പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഇപ്പോൾ റിസോഴ്സിൻ്റെ കാര്യത്തിലായാലും മെഷീൻസിൻ്റെ കാര്യത്തിലായാലും അതൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം, പ്രൊഡക്ഷന് ഒരു തടസ്സം വരാത്ത രീതിയിൽ എങ്ങനെ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് കാണിക്കുന്ന ഒരു പ്ലാനിങ് ആണ് ഓപ്പറേഷണൽ പ്ലാനിങ്. മെയിനായിട്ട് കോർഡിനേഷൻ ഓഫ് സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, മെറ്റീരിയൽസ് ആൻഡ് ഡേ ടു ഡേ വർക്കേഴ്സ്. ഈ ആക്ടിവിറ്റീസിൽ, ഈ ഏരിയകളിലൊക്കെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് ഈ ഏരിയാസിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത് എന്നും ഓപ്പറേഷണൽ പ്ലാനിങ്ങിൽ കാണിക്കുന്നു. ഇതാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഒരു പ്രൊഡക്ഷന് ഒരു തടസ്സവും ഉണ്ടാവാത്ത വിധത്തിൽ എങ്ങനെയാണ് സപ്ലയേഴ്സ് ഓഫ് മെറ്റീരിയൽസും റിസോഴ്സസും എക്യുപ്മെൻറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എങ്ങനെയൊക്കെയാണ് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഓപ്പറേഷണൽ പ്ലാനിങ്. അടുത്തത് ടാക്റ്റിക്കൽ പ്ലാനിങ്. ടാക്റ്റിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ആക്ടിവിറ്റീസ്, ഓരോ ഓർഗനൈസേഷൻ്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സിസ്റ്റമാറ്റിക്കലി പ്ലാൻ ചെയ്യുന്നതിനെയാണ് ടാക്റ്റിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ രീതിയിൽ നമ്മൾ ഇപ്പോൾ ലേബലിങ്, പാക്കേജിങ്ങിന്, അങ്ങനെ ഓരോ വെയർ ഹൗസിങ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റെസ്പോൺസിബിൾ ഹെഡും ഉണ്ടാവും. അങ്ങനെയുള്ള ആ ഹെഡിനെ എന്തൊക്കെ ഒബ്ജക്റ്റീവാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനെയാണ് ടാക്റ്റിക്കൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിലും വരുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ മിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതിനെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ആദ്യം പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. പിന്നെ SWOT അനാലിസിസ് നടത്തുന്നു. SWOT അനാലിസിസ് നടത്തുന്ന ഓപ്പർച്യൂണിറ്റി, വീക്ക്നെസ്, ത്രെറ്റ് ഇവയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. വീക്ക്നെസ്സും ത്രെറ്റും ഒക്കെ ഓവർകം ചെയ്യുകയും ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ പറയുന്നത്. അടുത്തത് ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി. ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ വർക്കേഴ്സിനും ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ വർക്കേഴ്സിന് സ്പെസിഫിക് ഗോൾസ് കൊടുക്കുന്നു. അവരുടെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഓരോ വർക്കേഴ്സിനെയും ഇൻഡിവിജ്വൽ ഗോൾസ് കൊടുക്കുന്നു. ആ ഒരു ഇൻഡിവിജ്വൽ ഗോൾ കൊടുക്കുമ്പോൾ അവർക്ക് അതെങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനും എഡ്യൂക്കേഷനും കൊടുക്കുന്നു. അതുവഴി
ഇപ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു ഗോള് അവർക്ക് കൃത്യമായി അനലൈസ് ചെയ്യാനും അതിലുണ്ടാകുന്ന വേസ്റ്റേജും റിസ്ക്കൊക്കെ മിനിമൈസ് ചെയ്യാനും സാധിക്കുന്നു. ഇതാണ് ഇൻഡിവിജ്വൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രൊഡക്ടിവിറ്റി പ്ലാനിൻ്റെ എലമെൻറ്റ്സ്. അടുത്തതാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് ഡിറ്റർമൈൻസ് മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി ആൻഡ് ഐഡൻറ്റിഫൈസ് ദ മോസ്റ്റ് പ്രോമിസിംഗ് ഏരിയാസ് ഫോർ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ഇറ്റ് ക്വസ്റ്റ്യൻസ് the people and processes responsible for productive performance to determine which productive related factors needed attention. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്സും അതുപോലെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻസിയും ഇവാലുവേറ്റ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റിൻ്റെ പ്രൊമിസിങ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ പ്രൊഡക്റ്റീവ് ഓഡിറ്റിലൂടെ മനസ്സിലാകുന്നു. പ്രൊഡക്റ്റീവ് പെർഫോമൻസിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. ഏതൊരു പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് കൂടുതൽ അറ്റൻഷൻ വേണ്ടത്, ഏത് ഒരു ഏരിയയാണ് കൂടുതൽ വീക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ ഓഡിറ്റിലൂടെ കഴിയുന്നു. അതേപോലെ ഒപ്റ്റിമം യൂട്ടിലൈസേഷനൊക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓഡിറ്റ് നടക്കുന്നത് വഴി അതൊക്കെ ഇഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുവഴി വേസ്റ്റേജ് കുറയ്ക്കുന്നു, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നടക്കുന്നു, ഒരു ഇൻറ്ററപ്ഷൻസ് ഇല്ലാതെ പ്രൊഡക്ഷൻ നടക്കുന്നു. അതൊക്കെയാണ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിലൂടെ ഉള്ള അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ ഏത് ഏരിയയാണ് വീക്ക്, ഏത് ഏരിയയിലാണ് കൂടുതൽ അറ്റൻഷൻ വേണ്ടത് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3 തരം പ്രൊഡക്ടിവിറ്റി ഓഡിറ്റാണ് ഉള്ളത്. മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അതിൽ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇത് 2 ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് മോർ ഓഫ് എ ഗിവൺ ഔട്ട്പുട്ട് ദാൻ ബിഫോർ അറ്റ് ദ സെയിം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. മുൻപ് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ഇപ്പോൾ ആ സെയിം ഇൻപുട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് എ ഗിവൺ ഔട്ട്പുട്ട് അറ്റ് ലോവർ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ദാൻ ബിഫോർ. ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് മുൻപ് യൂസ് ചെയ്ത മെറ്റീരിയൽ കോസ്റ്റിനേക്കാൾ കുറവ് മെറ്റീരിയൽ കോസ്റ്റ് ഉപയോഗിച്ച് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഈ 2 ആസ്പെക്റ്റ് വഴി നമുക്ക് മെറ്റീരിയൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. അടുത്തതാണ് ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. ഈ മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന 2 ആസ്പെക്ട്സ് പോലെ തന്നെയാണ് ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റും കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്റ്റെയിനിങ് ദ ഹയർ ഔട്ട്പുട്ട് അറ്റ് ദ സെയിം ലേബർ കോസ്റ്റ്. സെയിം ലേബർ കോസ്റ്റ് വെച്ചിട്ട് ഹയർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് ദ ഗിവൺ ഔട്ട്പുട്ട് അറ്റ് ലോവർ ലേബർ കോസ്റ്റ് ദാൻ ബിഫോർ. ഒരു ഗിവൺ ഔട്ട്പുട്ട് ലോവർ ലേബർ കോസ്റ്റിനേക്കാൾ കോസ്റ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ 2 ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് എത്രമാത്രം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച് എത്രമാത്രം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഓഡിറ്റിംഗ് നടത്തുക. അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. അതിൽ ഒന്നാമത്തെ ഓപ്പറേഷണൽ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിലുള്ള ഓപ്പറേഷണൽ വീക്ക്നെസ് SWOT അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. SWOT അനാലിസിസ് നടത്തുമ്പോൾ ത്രെഡ്സും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ ആ ഒരു ഓപ്പറേഷണൽ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. രണ്ടാമത്തെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് ഒപ്റ്റിമമായിട്ട് അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ലേ എന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് എങ്ങനെ ഒരു
ഗോള് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാം ഏത് ടെക്നിക്ക് ഉപയോഗിച്ച്, ഏത് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു ഗോളും ഒബ്ജക്റ്റീവും എന്ത് പ്ലാനിങ് ആണ് അതിന് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനോട് സ്റ്റാഫ്സിനും അതുപോലെ മാനേജേഴ്സിനും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നു. കാരണം ഇൻഡിവിജ്വൽ ഗോൾസ്, ഒരു പ്രൊഡക്ടിവിറ്റി ഇൻഡിവിജ്വൽ ഗോൾസ് ഓരോ വർക്കേഴ്സിനും നൽകുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ എഫിഷ്യൻസി കൂടും, അവർക്ക് കൂടുതൽ എഫിഷ്യൻസി കാണിക്കുക, അവരുടെ ഒരു കഴിവ് കാണിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടുന്നു. പിന്നെ അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യാനുള്ള മെഷേഴ്സ്, എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇനി അതുപോലെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാവുമ്പോൾ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓരോ ഫാക്ടറി ഇൻപുട്ടിനും ഡിഫറെൻറ്റ് യൂണിറ്റ്സും അതുപോലെ ഡിഫറെൻറ്റ് യാർഡ് സ്റ്റിക്കും ആവും ഉണ്ടായിരിക്കുക. അപ്പോൾ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു അനലൈസ് ചെയ്യുക, നമുക്ക് ആ ഒരു ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഫാക്ടേഴ്സ് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, ഓരോ ഫാക്ടേഴ്സും ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരാളുടെ പ്രൊഡക്ടിവിറ്റി മറ്റൊരാളുടെ പ്രൊഡക്ടിവിറ്റിയെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. അടുത്തതെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അത്ര നല്ല എക്യുപ്മെൻ്റ് അല്ല, അത്രയും ക്വാളിറ്റി ഉള്ള ഇല്ലാത്തൊരു എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കമ്പാരിസൺ ചെയ്യാൻ, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്ടിവിറ്റി കമ്പാരിസൺ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ മെഷർ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്നുള്ളത് അത്ര ഇഫക്റ്റീവ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ എനിക്കെടുക്കാനുള്ള ടോപ്പിക്ക്, പ്രൊഡക്ടിവിറ്റി പ്ലാനിങ്. അതിൻ്റെ ഒരു 4 എലമെൻറ്റ്സ്: ഓപ്പറേഷണൽ, ടാക്റ്റിക്കൽ, സ്ട്രാറ്റജിക് ആൻഡ് ഇൻഡിവിജ്വൽ. പിന്നെ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, അതിൻ്റെ ഒരു 3 ടൈപ്പ്. അത് മെറ്റീരിയൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, ലേബർ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്, ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റ്. പിന്നെ ഈ പ്രൊഡക്ടിവിറ്റി ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഇതാണ് ടോപ്പിക്ക് ഉണ്ടായിരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.